റിയൽ മാഡ്രിഡ് ഇന്ന് ചാമ്പ്യൻസ് ലീഗിൽ ബയൺ മ്യൂണിക്കിനായിരിക്കും നേരിടുക. അപ്പോൾ ചാമ്പ്യൻസ് ലീഗിന്റെ ആ ഒരു റൗണ്ട് ഓഫ് 16 വിനീഷ്യസ് ജൂനിയറിന്റെ പ്രകടനം നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത സംഭവമാണ്. അപ്പൊ അത്തരത്തിൽ ഒരു പുതിയ സ്റ്റാറ്റ്സ് വിനീഷ്യസ് ജൂനിയറിനെ പറ്റി പറയാനാണ് സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതായത് 2016-17 സീസണിന് ശേഷം UCLന്റെ നോക്കൌട്ട് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ഗോളുകളും അസിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്ന താരം. ആ റെക്കോർഡ് വിനീഷ്യസ് ജൂനിയർ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കണക്കുകളിലേക്ക് പോയാൽ ഇതിൽ 5ാം സ്ഥാനത്തുള്ളത് മുഹമ്മദ് സലാഹ് ആണ്. അതുപോലെ ഏകദേശം 20 ഗോൾ പ്ലസ് അസിസ്റ്റ് ആണ് താരത്തിനുള്ളത്. 4ാം സ്ഥാനത്തുള്ളത് കിലിയൻ എംബാപ്പയാണ്. 22 ഗോൾ പ്ലസ് അസിസ്റ്റ് ആണ് എംബാപ്പയ്ക്കുള്ളത്. 3ാം സ്ഥാനത്തുള്ളത് കരീം ബെൻസിമയാണ്. 23 ആണ് ഗോൾ പ്ലസ് അസിസ്റ്റ് ആണ് ബെൻസിമയ്ക്കുള്ളത്. ഇനി ഇതിൽ 2ാം സ്ഥാനത്തുള്ളത് റോബർട്ട് ലെവൻഡോസ്കി ആണ്. 24 ഗോൾ പ്ലസ് അസിസ്റ്റ് ആണ് ലെവൻഡോസ്കിക്കുള്ളത്. ഇനി 1ാം സ്ഥാനത്തുള്ളത് നമ്മുടെ വിനീഷ്യസ് ആണ്. ഏകദേശം 29 ഗോൾ പ്ലസ് അസിസ്റ്റ് ആണ് നിലവിൽ വിനീഷ്യസ് ജൂനിയറിനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു 2017-18 വരെയൊക്കെ ഒരു റിയൽ മാഡ്രിഡിന്റെ റൊണാൾഡോ, ബെൻസെമ, ബെയിൽ ആ ഒരു എറ ഒരു ഡിഫറെന്റ് എറ ആയിരുന്നു. അതിനുശേഷം പിന്നെ സത്യം പറഞ്ഞാൽ റിയൽ മാഡ്രിഡിന്റെ ഒരു റീബിൽഡിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് 2018 ക്രിസ്ത്യാനോ റൊണാൾഡോ പോയപ്പോൾ ആ ഒരു പണം കൊണ്ടാണ് അന്ന് തിബോട്ട് കോർട്ടോ അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ തുടങ്ങിയ താരങ്ങളൊക്കെ മേടിച്ചത്. അത് ഏതായാലും റിയൽ മാഡ്രിഡിന് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്സ് കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായാലും വിനീഷ്യസിന്റെ UCLന്റെ നോക്കൌട്ട് ഘട്ടം വരുമ്പോൾ അവിടെ ഒരു വെറൈറ്റി പെർഫോമൻസ് തന്നെയാണ് എല്ലാ വർഷവും ചങ്ങായി പുള്ളപ്പ് ചെയ്യാനുള്ളത്. ഏതായാലും ഇക്കൊല്ലവും അതിന് മാറ്റം കാര്യങ്ങളൊന്നുമില്ല. ഏതായാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫുട്ബോൾ കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.